ധർമ്മക്ഷേത്രയുടെ 4ാമത്തെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് നാം. കൂപ്പ് റോഡിലൂടെയും കാട്ട് വഴികളിലൂടെയും ഒക്കെയുള്ള യാത്ര കാനനമധ്യത്തിലുള്ള ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. ജനവാസം തീരെ കുറവായതിനാലും വാഹനങ്ങൾ തിരക്ക് തീരെ കുറവായതിനാലും പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര അത്യന്തം രസകരമാണ്. മലനിരകളുടെ കാഴ്ച സുന്ദരമാണ്. കേരളത്തിൽ പരശുരാമസ്വാമി 108 ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ 18 എണ്ണം ശാസ്താ ക്ഷേത്രങ്ങളാണ്. അതിൽ വനമധ്യത്തിലുള്ള 5 ക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ശബരിമല തന്നെയാണ് ഏറ്റവും പ്രധാനം. കാനനമധ്യത്തിലുള്ള ക്ഷേത്രം എന്ന നിലയ്ക്ക് ശബരിമല പോലെ തന്നെ ഭക്തർ ഏറെ എത്തുന്ന സ്ഥലമാണ് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. നമ്മുടെ ഇന്നത്തെ യാത്ര അവിടേക്കാണ്. അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തൂപ്പുഴ, കാന്തമല, ശബരിമല എന്നിവയാണ് ഈ 5 ക്ഷേത്രങ്ങൾ. ഇതിൽ കാന്തമല ക്ഷേത്രം ഇപ്പോഴും അജ്ഞാതമാണ്. പൊന്നമ്പലമേടാണ് കാന്തമല എന്ന് ചിലർ വിശ്വസിക്കുന്നു. നമ്മുടെ യാത്ര അച്ചൻകോവിലാറിൻ്റെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു. വേനൽക്കാലമായതിനാൽ നീരൊഴുക്ക് തീരെ കുറവാണ്. മഴക്കാലത്ത് സമൃദ്ധമായി കരകവിഞ്ഞൊഴുകുന്ന പുഴയാണ് ഈ അച്ചൻകോവിലാർ. ഇത് നേരെ പടിഞ്ഞാറോട്ടൊഴുകി വിയ്യപുരം അഥവാ കൊല്ലംകടവെന്ന സ്ഥലത്തെത്തി പമ്പയിൽ ലയിക്കുന്നു. ഇനി വൈകാതെ നാം ക്ഷേത്രത്തെ സമീപത്തേക്ക് എത്തുന്നതാണ്. സുന്ദരമായ വന്യമായ ഒരു യാത്ര വളരെ രസകരമാണ്. ഇടതൂർന്ന മരങ്ങളുടെ ഇടയിലേക്കുള്ള ഈ യാത്ര വളരെ രസകരം തന്നെയാണ്. നാം ക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നു. ചെങ്കോട്ടയിൽ നിന്നുമുള്ള KSRTCയുടെ സർവീസാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിൽ നിന്നും KSRTC അച്ചൻകോവിലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ പൊന്നും 18ാം പടിയിലെ പടവുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൂർണ്ണ പുഷ്കര ദേവി സമേതനായ ഭഗവാനെ അകത്ത് പോയി കാണുന്നതിന് മുമ്പായി ഇവിടെ നിന്ന് തന്നെ ഭഗവാന്റെ കാവലാളായ കറുപ്പസ്വാമിയുടെ അനുവാദവും അനുഗ്രഹവും വാങ്ങി മണ്ഡപത്തിലെ ദേവീദേവന്മാരെയും വണങ്ങി മണ്ഡപത്തിന് ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ എത്തിയാൽ നാം ആദ്യം കാണുന്നത് അലങ്കാര ഗോപുരമാണ്. ദ്വാരക പാലകരെ കൊത്തിവച്ചിട്ടുണ്ട്. മനോഹരമായ അലങ്കാര ഗോപുരം. ചുറ്റും നോക്കുന്ന കാഴ്ചയും രമണീയമാണ്. ഈ അലങ്കാര ഗോപുരത്തിൽ പൂർണ്ണ പുഷ്കര സമേതനായ ഭഗവാന്റെ രൂപമാണ് ഏറ്റവും സുന്ദരമാക്കുന്നത്. ഗണപതി ഭഗവാനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയും ഹനുമാൻ സ്വാമിയും ദ്വാരകാപാലകരും ഒക്കെയായി അലങ്കാര ഗോപുരം സുന്ദരമാണ്. ഇതിനടുത്തായി തന്നെ പ്രത്യേകമായി ഒരു കാണിക്ക മണ്ഡപവും ഇതിനോട് ചേർന്ന് പണിതിട്ടുണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തിരക്ക് തീരെ കുറവാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് കറുപ്പസ്വാമിയുടെ ആലയമാണ്. കറുപ്പസ്വാമി ഭഗവാന്റെ കാവലാളാണ്. 18ാം പടിക്ക് മുന്നിലായി ഒരു മനോഹരമായ കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനടുത്ത് തെക്ക് വശത്ത് ഗണപതി ഭഗവാന്റെ ആലയം കാണാം. 2 അമ്പലങ്ങൾ ഇരുഭാഗത്തുമായിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗണപതി ഭഗവാന്റെയുമാണ് അമ്പലങ്ങളാണ് ഇതിന് തൊട്ട് മുൻവശത്ത് ആദ്യം കാണുന്നത്. 18ാം പടിക്കും ഇരുവശത്തുമായിട്ടാണ് ഇവ കാണുന്നത്. ഗണപതി ഭഗവാന്റേത് തെക്ക് വശത്തും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഷൺമുഖസ്വാമിയുടേത് വടക്ക് വശത്തുമായിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും അഷ്ടഭാവങ്ങളും ത്രിഗുണങ്ങളും വിദ്യ അവിദ്യ എന്നിവയുമായ 18 പടികൾ കടന്ന് ഇനി പ്രധാന കവാടത്തിലൂടെ ശ്രീകോവിലിൻ്റെ മുറ്റത്തേക്ക്. അകത്ത കാഴ്ചകളും വിവരണങ്ങളും അടുത്ത ഭാഗത്തിൽ.